ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പടി വെച്ച് പിണ്ടം വെച്ചൊരു തുല്യ. ഞാൻ പടിയടയ്ക്കുന്നു, നീ പിണ്ടം ഇറക്കുന്നു. അച്ഛൻ ഇത്രയ്ക്ക് ക്രൂരനാണോ? ആയിരുന്നില്ല, പക്ഷേ നീ ഇപ്പൊ എന്നെ ആക്കി. ആര് പറഞ്ഞടാ നിന്നോട് പെട്ടെന്നെടുത്ത തീരുമാനമാണെന്ന്? ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയായത്. ഇതിനിങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാവില്ല. എന്റെ മകളുടെ കണക്കൂട്ടൽ ഞാൻ തീർക്കും. അതിനുള്ള മനസ്സുറപ്പൊക്കെ എനിക്കുണ്ട്. അതിനാരും എന്നെ ചോദ്യം ചെയ്യണ്ട. നമ്മൾ എന്തിനാ അമ്മ ഇവിടെ നിൽക്കുന്നത്? നമുക്ക് പോവാം. മോളെ, മനുവിന്റെ അച്ഛനും അമ്മയും പറഞ്ഞത് എനിക്കിത് വ്യക്തമായിട്ട് മനസ്സിലായല്ലോ. പിന്നെ എന്തിനാ അമ്മ ഇവിടെ നിൽക്കുന്നത്? ആദ്യം നമ്മളെ വിട്ടുകൊടുക്കണം. കൊടുത്തേ പറ്റൂ. ആ അമ്മ പറഞ്ഞത് കേട്ടില്ലേ? എന്തിനും ഏതിനും ഒരകലൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണെന്ന്. പിരിയുമ്പോ വേദനിക്കാതിരിക്കാൻ വേണ്ടിയാണെന്ന്. പക്ഷേ അത് എന്നെക്കൊണ്ട് പറ്റിയില്ല. മോളെ, അത് വേറൊരു കുടുംബമാണ്. ഈ അച്ഛനും അമ്മയും ചിന്തിക്കുന്നത് പോലെ അവർക്ക് ചിന്തിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ അവര് വന്ന് ചോദിച്ച അച്ഛന്റെ അമ്മയുടെ മുൻപിൽ വേറെ വഴിയൊന്നുമില്ല. അങ്ങനൊരു വഴിയെക്കുറിച്ച് ചിന്തിക്കൊന്നും വേണ്ടമ്മ. ആദ്യേ പിരിയുമ്പോ എനിക്ക് കുറച്ച് സങ്കടമൊക്കെ ഉണ്ടാവും. സങ്കടം എനിക്ക് പുതുമയുള്ള കാര്യമാണോ? കാലം എന്നെ കരയാൻ ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. കുറച്ചു നാളെ ഞാൻ കരയും. അത് കഴിയുമ്പോ അങ്ങ് നിന്നോളും. ആദ്യോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണമേ. വീട്ടിൽ ചെന്നിട്ട് ഞാൻ അവനായിട്ടൊന്നും പുറത്തു പോവാമേ. എന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിക്കാം. മോളെ, അവനങ്ങനെ പെട്ടെന്ന് സമ്മതിക്കൊന്നുമില്ല. പക്ഷെ ഞാൻ എങ്ങനെയും പറഞ്ഞ് സമ്മതിപ്പിക്കാം. നമ്മുടെ ജ്യോതിക്ക് വേണ്ടിയല്ലേ, അവളുടെ നല്ല ജീവിതത്തിന് വേണ്ടിയല്ലേ. കൂടുതൽ ധൈര്യം കാണിച്ച് നീ എന്നെ വേദനിപ്പിക്കുകയാണോ? പിന്നെ എന്താ അമ്മ ഞാൻ ചെയ്യേണ്ടത്? കുഞ്ഞിനെ തരില്ല എന്ന് പറയണോ? അതോ അവനെയും കൊണ്ട് എങ്ങോട്ടേലും ഓടിപ്പോണോ? 5-6 വർഷങ്ങൾക്ക് ശേഷം ജ്യോതി ഒന്ന് ജീവിച്ചു തുടങ്ങിയതല്ലേ അമ്മേ. അവക്കൊരു കുറവും വരുത്താൻ പാടില്ല. നമുക്ക് പോവാമേ. വെറുതെ വഴിയരികിൽ നിന്ന് സംസാരിച്ച നമ്മൾ രണ്ടാളും കരയും. ഒരു ഫലമില്ലാതെ വെറുതെ കണ്ണീര് പാഴാക്കിട്ട് എന്താ അമ്മേ കാര്യം? വാ അമ്മേ. കുറച്ച് വെയിറ്റ് ചെയ്യണേ. ഞാൻ ഇപ്പൊ വന്നേക്കാം.
കോടയുണ്ട് ഇവിടെ. ശരി. ആ അല്ല ഇതെന്താ ഇവിടെ? ആ, നീ വന്നേ. അതെ, ഒരു നല്ല കാര്യത്തിന് വേണ്ടി പോകയല്ലേ, ഒന്ന് തൊഴുതിട്ട് പോകാം. ആ വാ. ആ മോളെ, നന്നായിട്ട് പ്രാർത്ഥിച്ചോ. ഇവിടെ നിന്ന് അങ്ങോട്ട് നിന്റെ ജീവിതത്തില് ദൈവങ്ങളെങ്കിലും കൂട്ടുണ്ടാവണം. പ്രാർത്ഥിച്ചോ. ദേവി. കാളി കാളി മഹാകാളി രക്ഷ രക്ഷ മഹാബഹു കുലം ച കുലഗ്രഹം ച മാം ച പറയാൻ കുലം ച കുലഗ്രഹം ച മാം ച പറയാൻ. ആ തിരുമേനി, പറഞ്ഞ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓ. ഇനി എല്ലാം ഈശ്വരൻ നോക്കിയോളൂ. ഓ. ആ. ആ. ഇനി നടക്ക്. മക്കൾ അങ്ങോട്ട് ഇരിക്കും. വേണ്ടച്ച. അയ്യോ അങ്ങനെ പറയല്ലേ, ഹരോളൊരു കാര്യം പറയാനല്ലേ. മോളിരിക്കെ. ആ എന്ത് കർമ്മങ്ങളുടെ കാര്യ ആ തിരുമേനി പറഞ്ഞത്? ആ അതൊക്കെ പറയാം. മോളിത് ആദ്യം അങ്ങോട്ടൊന്ന് പിടിച്ചേ. ആ അതെ, ഒരാളെ എന്നേക്കുമായിട്ട് കുടുംബത്തിൽ നിന്നും പുറത്താക്കുമ്പോ ഇരിക്കപ്പിണ്ടം വെച്ച് പടിയടയ്ക്കാന്നുള്ളൊരു ചടങ്ങുണ്ട്. എന്നാല് ഈ ജന്മത്ത് അയാളോട്ട് യാതൊരു ബന്ധമില്ലെന്ന് പറയാൻ പറ്റൂ, അല്ലേ? അല്ല, അതൊരു വിശ്വാസമാ. അതുകൊണ്ട് അതിന് പകരം വേണ്ട കർമ്മങ്ങൾ വേണമെന്നാണ് ഞാൻ തിരുമേനിയോട് പറഞ്ഞത്. ദാ ഈ ഒരു ചരട് കണ്ട, ഈ ചരടില് ബന്ധങ്ങൾ വേർപ്പെടുത്തിയ നീ ഞാനും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. പടി വെച്ച് പിണ്ടം വെച്ചതിന് തുല്യ. ഞാൻ പടിയടയ്ക്കുന്നു, നീ പിണ്ടം ഇറക്കുന്നു. അച്ഛൻ ഇത്രയ്ക്ക് ക്രൂരനാണോ? ആയിരുന്നില്ല, പക്ഷേ നീ ഇപ്പൊ എന്നെ ആക്കി. നീ എന്താണ് ഈ കരുതിയേ? സാധനങ്ങൾ എടുത്ത് ഒരുങ്ങി ഇറങ്ങാൻ പറഞ്ഞപ്പോ എന്റെ പേരുള്ളൊക്കെ നിന്റെ പേരിൽ എഴുതി വെക്കണതാണോ? മധുരനോ